ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. അപ്പോൾ അതേ നമ്മൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും പിള്ളേർക്കൊക്കെ വെക്കേഷനൊക്കെ എന്തായാലും കഴിയാറായി. അപ്പോൾ അങ്ങോട്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വേറെ അങ്ങോട്ടുമല്ല, പരുന്തുംപാറ, പട്ടുമല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ആദ്യം കുറച്ച് ഭക്തിമാർഗം പിടിച്ചു. അതായത് ഭരണങ്ങാനത്ത് കോട്ടയം വഴിയാണല്ലോ. അപ്പോൾ ഭരണങ്ങാനത്ത് ഞങ്ങൾ കയറിയായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു, അൽഫോൻസാമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ പോണത് ഇടുക്കി ബോർഡറാണ്, നമ്മുടെ പട്ടുമല. പോണ വഴിക്ക് കുറേ ഇതേപോലെയുള്ള വ്യൂ ഉണ്ടാകുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി, കുറേ പേര് ഇങ്ങനെ വണ്ടി നിർത്തിയൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിർത്തി. കാണുന്ന കാഴ്ച അടിപൊളിയാണല്ലോ. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കയറിയപ്പോൾ നല്ല ചില സമയത്ത് കുറച്ച് മഴ പെയ്തു, പിന്നെ അങ്ങോട്ട് മഴ പോകും. അങ്ങനെയായിരുന്നു കേട്ടോ ക്ലൈമറ്റ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പോണത് പട്ടുമലയിലേക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ മലയാറ്റൂറൊക്കെ പോലെ മലയായിരിക്കും എന്നാണ് വിചാരിച്ചത്, പട്ടുമല എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ അല്ല, സ്റ്റെപ്പാണ് കേട്ടോ, നിറച്ചും സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ പള്ളി കേട്ടോ. ഒത്തിരി ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമുക്കിനി പള്ളിയിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ അതേ പള്ളിയുടെ അവിടെ നമ്മൾ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളി, പട്ടുമല പള്ളി. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്ര എന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാരൊന്നും അധികമില്ലായിരുന്നു. നമ്മൾ അവിടെ നേരം കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ പള്ളി കാണാനും. അതേപോലെ മാതാവിൻ്റെ രൂപമാണ് അവിടെ വെച്ചിരിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് ഇത്. അപ്പോൾ പുറത്ത് നമുക്ക് ഇങ്ങനെ പോലെ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഒരു കാര്യം, അവിടെ അട്ടയുണ്ട് ഗൈസ്. അട്ടയുടെ കടി കൊണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും നമ്മൾ അവിടെ നിന്നില്ലെങ്കിൽ സാധനം നമ്മളെ കടിക്കും. അപ്പോൾ തേയിലയാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയും കണ്ട് നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അതെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നമ്മുടെ കോട വന്നത് ഇറങ്ങിയത്. ഒന്നും പറയണ്ട കേസ്, അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ പള്ളി മൊത്തം എന്ത് രസമെന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ചെന്ന ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചെറിയ മഴയും അതുപോലെ കോടയും ഒക്കെ ഉള്ള നല്ല ക്ലൈമറ്റ്. ഒന്നും പ്രതീക്ഷിച്ചു പോലുമില്ല നമ്മളിങ്ങനെ വന്ന് കോട ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ അതെ അടിപൊളി കാഴ്ചയായിരുന്നു. എനിക്കൊന്ന് ഈ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തരം കോട ഇവിടെ വന്നത്. അല്ല, ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ട് ഈ കോട അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി മഴ പെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാം പോയി. അപ്പോൾ അതെ നല്ല രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. കുറച്ചിങ്ങാട് അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ഗ്രോട്ടുണ്ട് കേട്ടോ മാതാവിൻ്റെ. ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതൊരു കൂൺ ഷേപ്പിലൊക്കെ പണിതേക്കുന്ന ഒരു ഗ്രോട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ അതെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇരുട്ട് പോലെ തോന്നും. അകത്തേക്ക് വരുന്തോറും അതിൻ്റെ ഉള്ളിലെ ഇത് നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചെന്ന് മുത്താട്ടോ. അപ്പുറത്തും ഇപ്പുറത്ത് കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ കയറിപ്പോയിട്ടാണെങ്കിലും മാതാവിനെ നമുക്ക് തൊട്ടുമുത്താം. അപ്പോൾ അതെ ഇതാണ് മാതാവിൻ്റെ രൂപമേ. ഇതിപ്പോൾ കാണാത്തവരായിട്ടൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്ടോ ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. മെഴുകുതിരി കത്തിച്ചു. ഞങ്ങൾ കുറേ നേരം പ്രാർത്ഥിച്ചു അവിടെ നിന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേ. പിന്നെ ദേ ഇവിടെ ഒരു മരത്തിൽ നമ്മൾ കൊന്ത ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ നേർച്ചകളായിരിക്കാം. അപ്പോൾ അതേപോലെ അവർ ചെയ്തിട്ടിട്ടുണ്ട്.
പിന്നെ നമ്മൾ നേരെ പോയത് പരുന്തുംപാറയിലേക്കാണ്. അവിടെ നിന്നൊരു അരമണിക്കൂർ യാത്ര, 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ അങ്ങോട്ട് പോയി. അവിടുത്തെ കാഴ്ച ഒന്നും പറയാനില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഒരു കുഴപ്പമില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ കോട സംഭവം വരുന്നത്. അപ്പോൾ പരുന്തുംപാറ എന്ന് പറയുമ്പോൾ 2 മല ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഒന്നിലും നമുക്ക് കയറാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. അവിടെ കുറേ കാർ പാർക്ക് ചെയ്തിട്ടൊക്കെയുണ്ടോ, അവിടെ ഉണ്ടോ നമ്മൾ പോയത്. വലിയൊരു മല ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് കയറിയില്ല. അവിടെ കയറി കുറച്ച് ടൈം പോകും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ അവിടെ കയറാതെ ആ വണ്ടി ഇട്ടേക്കണ അവിടെ കണ്ടോ, അവിടെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അവിടെ പോയപ്പോൾ അടിപൊളി കാഴ്ചയായിരുന്നു. കോട വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു നമ്മൾ ചെന്നത്. അപ്പോൾ ഇതാണ്ടോ ഞാൻ പറഞ്ഞ മല. അതിലേക്ക് കയറണമെങ്കിൽ നല്ല ടൈം എടുക്കും. കണ്ടോ, അവിടെ അറ്റത്ത് പോയിട്ട് നമുക്കൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് മറ്റേ വ്യൂ പോയിന്റിലേക്ക് പോയിട്ടോ, ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ഇത് നോക്ക് ഗൈസ്, കോട വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നോക്കിക്കേ, ഇനിയിപ്പോൾ ഇവിടെ ചുറ്റിനൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ അറ്റത്തൊക്കെ പോയിട്ട് ആൾക്കാർക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഞങ്ങൾക്ക് ഡേഞ്ചർ ആയിരുന്നു കുറച്ച്, പക്ഷേ ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ അറ്റത്തൊന്നും പോയില്ല. അത് പിള്ളേരും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അവരെയും കൂടി കെയർ ചെയ്യണമല്ലോ, അതുകൊണ്ട് റിസ്ക് എടുത്തില്ല. നമ്മളെ സേഫ്റ്റി നോക്കി ഇട്ടൊക്കെ നമ്മൾ ചെയ്തത്. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ തീർന്നതാണ് ഗൈസ്. കാലെങ്ങാനും സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ താഴെ കിടക്കും. അപ്പം അതാണ് അവിടുത്തെ കാര്യങ്ങൾ. ആൾക്കാർ കുറേ പേര് അറ്റത്തൊക്കെ പോയിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ പോയില്ല. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനത്തെയാണ്. പിന്നെ അവിടെ ഇതേപോലെ ഒരു ഗ്രില്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന കാഴ്ച ഒന്നും പറയട്ടെ, സ്വർഗത്തിലിരിക്കണ പോലെ എനിക്ക് തോന്നിയത്. അത്ര നല്ല രസമായിരുന്നു ഗൈസ്. മഞ്ഞല്ലല്ലോ, കോട വന്നിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഈ കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോയൊരു ഫീലായിരുന്നു അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അത്. അപ്പോൾ വാഗമണിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു 1.5 മണിക്കൂർ അവിടെ നിന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. തൊട്ടടുത്ത് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, ഗാർഡനാണത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോയി. നമ്മൾ ഇത്ര ടൈമിൽ ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്തു, അത് തന്നെ ഭാഗ്യം. പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ടാണ് കേട്ടോ. ഓരോ സ്ഥലത്തുനിന്ന് അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. കണ്ടു, അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു എൻജോയ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി ഓരോ സ്ഥലത്തുനിന്ന്. ഇവിടെ ചെന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ ഗൈസ്. എൻജോയ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. കുറച്ചും കൂടി നേരത്തേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ എല്ലായിടത്തും നല്ല ശരിക്കും എൻജോയ് ചെയ്ത് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ മിസ്സായി. അവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു ഇനി, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. കുറച്ച് സ്ഥലം മാത്രം കവർ ചെയ്തുള്ളൂ. എൻ്റെ സൗണ്ടും ചെറുതായിട്ട് പോയിട്ടുണ്ട് ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആനിമൽസും കാര്യങ്ങളുണ്ട്. ഇത് കാൽപ്പാടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൊന്നും കണ്ടില്ല കേട്ടോ. കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വയസ്സ് ഞങ്ങൾ. അപ്പോൾ ഒരു കുരങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു. പിന്നെ വേഴാമ്പൽ അതൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ കണ്ടില്ല. അങ്ങനെ അവിടെ കണ്ടപ്പോൾ വീണ്ടും അവിടെ കോട തന്നെയായിരുന്നു. നോക്കിക്കേ, അടിപൊളിയായിരുന്നു. രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അവിടുത്തെ ഒരു ഫീലും എല്ലാം. അടിപൊളിയായിരുന്നു ഗൈസ്. അടിപൊളി എന്നാണ് ഒന്നും പറയാനില്ല. പിന്നെ അവിടെ ഇതേപോലെ കുറേ ബെഞ്ചല്ലല്ലോ, അത് ഇങ്ങനെ മരം കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോയിട്ട് ഇരിക്കാം, ഫോട്ടോ എടുക്കാം.
അങ്ങനെ അവിടെയൊക്കെ പോയി നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ തളർന്നേ വരുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകണോണ്ട് തന്നെ അവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കതച്ച് നമ്മൾ വരുള്ളൂ. അവിടെ പോയി നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കാം, റെസ്റ്റ് എടുക്കാം. പിന്നെ അവിടെ നിന്ന് കണ്ടോ വീണ്ടും അങ്ങോട്ട് പോകാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ലേറ്റായി പോയതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോട ഇറങ്ങും, പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് 1/2 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. പിന്നെ ഫാമിലിയായിട്ടൊക്കെ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് നല്ലൊരു ട്രിപ്പായിരുന്നു. നോക്കിക്കേ കോട കൊണ്ട് നിറഞ്ഞു അവിടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഇത് അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എന്താണെന്ന് വെച്ചാൽ മഴക്കാലം അല്ലേ, അപ്പോൾ ഈ കോടയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങും. അപ്പോൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട് കയറൊക്കെ, ഇല്ലെങ്കിൽ താഴെ കിടക്കും, സ്ലിപ്പാകുമെന്ന്. അതേ മഴയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാല് വഴുത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി വരും. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് നമ്മൾ വരും. എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കുക. ഓക്കെ, ബൈ.